ഉപജില്ലാ കലോത്സവ വേദിയിൽ മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവ വേദിയിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി പുത്തൻതോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആൻ്റണി ശീലനും വനിതാ വികസന കോർപ്പറേഷൻ അംഗമായിട്ടുള്ള അനിത ശീലനും ഇവിടെ എത്തിയിട്ടുണ്ട്. TV അനിത വളരെ പ്രശസ്തരാണ്. പൊതുപ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയവും ചെലവഴിക്കുന്ന രണ്ടുപേരാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനെത്തിയതിന് വളരെയധികം നന്ദി. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു കുട്ടികളുടെ പ്രകടനങ്ങൾ? മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം ഏറ്റവും നല്ല പെർഫോമൻസാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത്. ഇന്നലെ തന്നെ കുറേ രാത്രിയോളമാണ് ഇന്നലത്തെ പരിപാടി അവസാനിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി ഇപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഒന്നിനൊന്ന് ഓരോ കുട്ടിയും അവതരിപ്പിക്കുന്ന വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കൂട്ടായുള്ള പ്രോഗ്രാം എല്ലാം മികച്ച വളരെ മികച്ച ഇത്രയും കഴിവുള്ള കുട്ടികളെ നമുക്ക് അത്ഭുതത്തോടെ കാണുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ നന്നായി തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ഇതിൻ്റെ സംഘാടനവും ഒക്കെ എല്ലാം മികവുറ്റതായി ഞാൻ മനസ്സിലാക്കുകയാണ്. കുട്ടികളുടെ ഇതാണ് നല്ലൊരു തലമുറ വാർത്തെടുക്കുന്നതിൽ നാളെയുള്ള ഒരു പൊതുവേദികളിൽ പലരുടെയും പ്രകടനം ഈ നാടിന് തന്നെ വളരെയധികം മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തുന്നതിട്ട് എന്താണ് ഇവിടുന്ന് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടേതായ നിലയിലുള്ള വലിയ കഴിവുകളുണ്ട്. അത് കണ്ടെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടവും വേദിയൊക്കെയാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ. കുട്ടികൾ സമൂഹത്തിന് ഗുണകരമായ നിലയിൽ പലതരത്തിലുള്ള കഴിവുകളാണ്. അതെല്ലാം സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വേദി ഒരുക്കുക എന്നുള്ളത് വളരെ ഗംഭീരമായ ഒന്നാണ്. സർക്കാർ അത് സ്കൂളുകൾ അതിന് നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരം കുട്ടികളെ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വീടിനകത്തളങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ഓരോ കുട്ടികളുടെയും കലാപരമായിട്ടുള്ള കഴിവുകൾ കാണുമ്പോൾ നമുക്ക് വിസ്മയം തോന്നും. സൂക്ഷ്മതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിലാണ് അവരുടെ പ്രകടനങ്ങൾ, അതിന് അടിസ്ഥാനപരമായ കുറേ കൂടിയുള്ള സൗകര്യങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നുകൂടി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് അതിനുള്ള നല്ലൊരിടമായി ഒരവസരമായി ഇതിനെ കാണുകയും വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. AEO സുധയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇവിടെ സംഘാടന മികവിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരേ സമയം തന്നെ പല പരിപാടികൾ വളരെ മികവുറ്റ നിലയിൽ സംഘാടനം നമ്മൾ കുറച്ച് നേരമാണ് ഇവിടെ ഒന്ന് സന്ദർശിക്കാനും നിരീക്ഷിക്കാനും കഴിഞ്ഞത്. ഒരേ സമയത്ത് തന്നെ വളരെ കൃത്യതയോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സംഘാടനം വളരെ ഗംഭീരമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ അടുക്കളയും മറ്റു കുട്ടികൾക്കുള്ള ഭക്ഷണം നൽകുന്നതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു? അതൊക്കെ തീർച്ചയായിട്ടും. കാരണം ഞാൻ പല പ്രാവശ്യം വരുമ്പോഴും ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തെ സംബന്ധിച്ച്, ആ ഭക്ഷണം കൊടുക്കുന്ന ക്രമീകരണത്തെ സംബന്ധിച്ച്, അതിൻ്റെ ശുചിത്വം സംബന്ധിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ നന്നായി തന്നെയാണ് ഇവിടെ AEO സുധയുടെ നേതൃത്വത്തിലുള്ള ടീം, അത് പോലീസും ഹെൽത്തും അതുപോലെ എല്ലാവരും SPC സ്റ്റുഡൻസ് എല്ലാം ടീം വർക്ക് എന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിലും അടുക്കും ചിട്ടയായി നല്ല മെനയോടുകൂടി തന്നെ നല്ല ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. എല്ലാ കുട്ടികൾക്കും ഒരു ആശംസ നേരുക. തീർച്ചയായിട്ടും മുഴുവൻ കുട്ടികളും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വിജയാശംസകൾ നേർന്നോളൂ. അതുതന്നെ മുഴുവൻ കുട്ടികളും അവരുടെ എല്ലാവിധത്തിലുള്ള കഴിവുകളും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയട്ടെ. തുടർച്ചയിൽ നാടിന് ഗുണപരമായ നിലയിൽ അവർ വളർന്നു വരട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസ, എല്ലാവരും വിജയിക്കട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകൾ. കുട്ടികൾക്ക് ആശംസ തരാൻ മെട്രോ 7 ന്യൂസിനോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി.
ധീരനവര ലീച്ചി ബ്രോമുനിനു നീരനം നിധി ധീരനവര ലീച്ചി ബ്രോമുനിനു നീരനം നിധി ധീരനവര ലീച്ചി ബ്രോ ശ്യാമകൃഷ്ണ സോദരി ഗൗരി പരമേശ്വരി ഗിരിജാ ശ്യാമകൃഷ്ണ സോദരി ഗൗരി പരമേ കൈവല്യമു സകലേതാ കാമിതാർത്ഥ മനമുനികി കൈവല്യമു സകലേതാഗിന്നഗാനു രാമ ഭജന കന്ന മീട്ടിലുനാദാഗിന്നഗാനു രാമ ഭജന നാടൻ പാട്ടിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിനെ അഭിനന്ദിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയ റൂമിൽ മെട്രോ 7 ന്യൂസിൻ്റെയും KCV ന്യൂസിൻ്റെയും മീഡിയ റൂമിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം സാജൻ പള്ളുരുത്തിയാണ്. ആ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി സാജനെ ക്ഷണിക്കുന്നു. എന്തായാലും TD ഹൈസ്കൂളിൽ വെച്ചാണ് ഈ കലോത്സവം നടക്കുന്നത്. വരണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് സമാപന ദിവസമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യനിലെ ചുണക്കുട്ടന്മാരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ കണ്ടു. അവർ നാടൻ പാട്ടിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡോടുകൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. നാടറിയുന്ന പാട്ടാണ് നാടൻ പാട്ട് അല്ലേ? ഇന്ന് ഒത്തിരി നമ്മൾ കാണാറും കേൾക്കാറുമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ചുവടുകൾ വെച്ച് അകമ്പടി താളത്തോടുകൂടി നല്ല രീതിയിലുള്ള മലയാള തനിമയുള്ള ഡ്രസ്സോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സെൻറ്റ് സെബാസ്റ്റ്യനിലെ കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കണ്ടു. നിങ്ങൾ പാടിയ പാട്ടിൻ്റെ ഒരു 4 വരി ഒന്ന് അവരെ കേൾപ്പിക്കുന്നു. ഒന്ന് വെറുതെ ഒന്ന് മുളിത്താ. ആ കുട്ടിക്കും ഒട്ടും കുരവയും പാട്ടും. Come on.
ഗംഭീരം, അടിപൊളി അടിപൊളി അല്ലേ? അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഇവിടെ നിന്നൊരു കയറ്റമുണ്ട് നിങ്ങൾ ഇനി അല്ലേ? സെലക്ഷൻ കിട്ടി, ഇനി നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത്? ജില്ലയിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ വെച്ച് സമാപിക്കും അല്ലേ? സംസ്ഥാന കലോത്സവം എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ വെച്ചാണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും ഇനി ജില്ലയിലും തകർക്കട്ടെ കേട്ടോ. തകർത്ത് വാരി എ ഗ്രേഡോടുകൂടി അവിടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിൽ നാടൻ പാട്ടിൽ സെൻറ്റ് സെബാസ്റ്റ്യനിലെ കുട്ടികളായിരുന്നു ഇന്നത്തെ പത്രത്തിലെ വാർത്തയെന്ന് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്